വെച്ചത് പാർട്ടിയുടെ കൗൺസിൽ യോഗം വിളിച്ച് കൗൺസിലിലെ ആളുകളെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ പലരുടെ അഭിപ്രായത്തിലും നേരിട്ടല്ലാതെയും ചില അഭിപ്രായങ്ങൾ വന്നത് ഞാൻ മത്സരിക്കരുത് എന്ന അഭിപ്രായം തന്നെ കൗൺസിൽ യോഗത്തിൽ വന്നു. ഞാൻ എന്തായാലും അതിനു മുമ്പേ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി തന്നെ ഏകദേശമുള്ള തീരുമാനമെടുത്തിരുന്നു, മത്സരിക്കുന്നില്ല എന്ന്. അന്നത് അവിടെ അറിയിക്കുകയും ചെയ്തു. അപ്പം അത് വാർത്തയായപ്പോഴാണ് പലരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയത്, അതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ. ഞാൻ പറഞ്ഞു അത് നമുക്ക് പിന്നെ പറയാം, എന്തായാലും ഞാൻ മത്സരരംഗത്തില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. മന്ത്രിയായപ്പോഴും അത് MLA ആയപ്പോഴും ഒക്കെ തന്നെ നാട്ടിലെ വികസനവും നാട്ടിലെ പ്രവർത്തനവും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ തന്നെ വികസന രംഗത്തും ഒക്കെ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. അതിൽ എല്ലാ രീതിയിലും എനിക്ക് ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ തന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് ഇങ്ങോട്ടും പെരുമാറിയത്. അതോടൊപ്പം തന്നെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ടും പെരുമാറിയത്. പിന്നെ ഉള്ളത് ഞാനീ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഏട്ടൻ്റെ ആഗ്രഹമാണ് സാധിപ്പിച്ചു കൊടുത്തത്. നേരിട്ട് പറഞ്ഞാലുണ്ടാകുന്ന വിഷമം കൊണ്ടാണ് നേരിട്ട് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞാലൊരു ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിൽ നിന്നൊരു ഘനം കഴിക്കുക എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലൊരു യോഗം പത്രസമ്മേളനം വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു.